കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട്. മെയിനായിട്ട് വള്ളി കഴിച്ചില്ലേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് വള്ളി ഞാൻ നോക്കത്തുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വെയിറ്റ് ചെയ്യും, ഞാൻ പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. മെയിനായിട്ട് മെയിനായിട്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ ലൈവ്. ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. അതായത് നമ്മൾ ഈ OC കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഒരു ഗ്യാങ്ങിൻ്റെ നമ്മൾ വലിച്ചിട്ടിട്ടില്ല കേട്ടോ. അതായത് OC കാര്യങ്ങൾ ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം എൻ്റെ പേര് തൊട്ട് ഊര് വരെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എൻ്റെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കുറച്ച് പുണ്ടച്ചി മക്കൾക്ക് ഭയങ്കര ധൈര്യമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഈ HFലെ വല്ലാത്ത പ്രശ്നമാണ് അവന്മാർക്ക് നമ്മളെ പറയണം, നമ്മളെ വീട്ടിലുള്ളവരെ പറയണം, വീട്ടിലുള്ളവരെ വെച്ചിട്ട് അവന്മാർക്ക് പേരിട്ട് അവന്മാർക്ക് റൂമിട്ട് കളിക്കണം. ഇതൊക്കെയാണ് അവന്മാരെ മെയിനായിട്ടുള്ള അവന്മാരെ എൻജോയ്മെന്റ്. എന്നാൽ അവന്മാർക്ക് അടിക്കാനുള്ള ആവതുമില്ല, ഒരു പറയൂല്ല. പക്ഷെ അവന്മാർക്ക് വായ്ത്താളത്തിനും കൊണ പറയാനും നമ്മൾ കഞ്ചാവ് എന്ന് പറയാനും MDMA എന്ന് പറയാനും ഇവന്മാർക്കൊക്കെ 100 നാക്കാണ് അവന്മാർക്ക്. എന്ന് അവന്മാര് ഒന്നും കാണിക്കത്തുമില്ല, എടുക്കത്തുമില്ല. വാർച്ചാറ്റിൽ അവന്റെ അച്ഛന്റെ പറയെന്ന് പറഞ്ഞിട്ട് എപ്പോഴും അവന്മാർ ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കും. എടാ, എനിക്ക് പറയാനുള്ള ഒന്നല്ലെങ്കിൽ ആണുങ്ങളെ പോലെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ആണുങ്ങളെ പോലെ ലൈവ് ഇട്ടിട്ട് നിനക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയണം. കാണിക്കല്ലേ, മനസ്സിലായില്ലേ? വീട്ടിലുള്ളവരെ വെച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെ നീ പറയണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ വരിക, എന്നെ പറയാ, എന്നെ തെറി വിളിക്കുക, ഞാൻ നിനക്ക് തിരിച്ച് റിപ്ലൈ തരും. മനസ്സിലായില്ലേ? ഇതിൽ ഒരു ബന്ധമില്ലാത്തവരെ ഇതിൽ വലിച്ചിടുക, അവരെ പറ്റി സംസാരിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക. എടാ, എന്തൊരു മൈൻഡ് സെറ്റാടാ നിന്റെയൊക്കെ? അല്ല, ഞാൻ ആലോചിക്കണം, നിനക്കൊക്കെ എന്ത് മൈൻഡ് സെറ്റാ? നീ നട്ടുള്ള അപ്പനുണ്ടായവനാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നീ ഒരു കോള് വിളിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ. കാരണം നമുക്കറിയണം നിന്റെ പ്രശ്നം എന്താന്ന്. TJ ബെറ്റർ ഇല്ല, ഗ്യാങ് കമ്പാരിസൺ നടത്താനല്ല. ഈ HFലുള്ളവന്മാർ കുറച്ച് ദിവസമായിട്ട് ഈ പ്രശ്നം ഉണ്ടോ അവന്മാർക്ക്? നിനക്ക് എന്താ നിന്റെ പ്രശ്നം എന്ന് മിനിമം നമുക്ക് അറിയാൻ പറ്റില്ല. എന്താ വിഷയം ഒന്ന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണ്ടടാ. വിളിച്ച് സംസാരിക്കുക, ജസ്റ്റ് കോൾ വിളിച്ചിട്ട് ബ്രോ ഇതാണ് പ്രശ്നം. അല്ലെങ്കിൽ നിനക്ക് നീ പറയാ, ബ്രോ TVയെ ഇത്രയും OP ആയിട്ട് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ഇച്ചിരി അസൂയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയണം. അങ്ങനെ തുറന്നങ്ങ് പറയണം, മനസ്സിലായില്ലേ? അല്ലാതെ ഒരുമാതിരി ഒന്നും ചെയ്യാത്തവരെ ഇതിലോട്ട് ഡ്രാഗ് ചെയ്ത ഇടുന്നത് തന്തയില്ലായ്മയാണ്, മനസ്സിലായില്ലേ? തന്തയില്ലായ്മത്തരാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യല്ലേ, മനസ്സിലായില്ലേ? എന്നിട്ട് ഗൈസ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഉച്ചയ്ക്ക് നമ്മുടെ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരെല്ലാവരും കൂടി കയറിയിട്ട് ഇവന്മാർ റൂമൊക്കെ ഇട്ട് കളിക്കുമായിരുന്നു. അന്നേരം യവന്മാർ വന്നിട്ട് സംസാരമായി, എന്നെ തെറി വിളിച്ചു, അത് കഴിഞ്ഞിട്ട് ഈഗിളിനെ തെറി വിളിച്ചു, അത് കഴിഞ്ഞിട്ട് സ്നേഹയുടെ പേര് ഡ്രാഗ് ചെയ്തിട്ടിട്ട് അതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല അവന്മാരുടെ പ്രശ്നം എന്താന്ന്. അവൾക്ക് ഗെയിം ഫീൽഡിനോട് ഒരു ബന്ധമില്ലാത്ത ഒരാളാ. ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് എടാ എന്ത് ഊമ്പിത്തരവും കാണിക്കാടാ. ഈ സംസാരിച്ച് ജയിക്കാനും എന്ത് ഊമ്പിത്തരവും കാണിക്കാന്നുള്ള ഒരിതായോ HFലെ അബി ഗ്യാങ് ഉണ്ടാ. നീ ഗ്യാങ്ങിന്റെ ലീഡർ അല്ലേ? നിന്റെ പറയാൻ എന്താ കാണിക്കണം നീ കാണുന്നുണ്ടാ? നീ ഒന്നല്ലെങ്കിൽ ഗ്യാങ് ഉണ്ടാക്കുമ്പോഴത്തേക്കും മിനിമം നട്ടലുള്ളവന്മാരെ പിടിച്ച് ഗ്യാങ്ങിൽ ആടാക്കടാ. അല്ലെങ്കിൽ നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ നീ ആ ഗ്യാങ്ങിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് നീ ഒരു സ്റ്റോറിയോ പറയോ അല്ലേ ഇട്. ആ ഗ്യാങ്ങിനെ നോക്കണം വരെ പറയാം. എനിക്ക് ഞാനിത് ആദ്യം ഞാൻ വിചാരിച്ചത് പറയണ്ട. ഞാൻ ആദ്യം വിചാരിച്ചത് പറയണ്ട. എന്തിനാ വെറുതെ നമ്മള് ഈ യവന്മാരെ ഏക്കും പോക്കും എറണാകുളത്തെ ഈ യവന്മാരെ പറ്റി പറഞ്ഞ് നാലുപേരെ അറിയിക്കണം എന്തിനാ എന്നുള്ള രീതി ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനു ഞാൻ പറയാണ്ടിരിക്കണം? ഈ ഊമ്പന്മാരെ നാട്ടുകാർ അറിയണ്ടേ യവന്മാർ ഇങ്ങനെ കാണിക്കണേന്ന്? അല്ലെങ്കിൽ നാളെ നിങ്ങൾ തന്നെ ചോദിക്കുക, അന്ന് എന്ത് ഇഷ്യൂ വന്നപ്പോഴത്തേക്കും പറഞ്ഞില്ലെന്നല്ലേ നിങ്ങൾ വിചാരിക്കത്തുള്ളൂ? യവന്മാർക്ക് വല്ലാത്ത കടിയാ. യവന്മാര് സീരിയസ് ആയിട്ട് പറയാം, യവന്മാര് കുറച്ച് ദിവസം മുന്നേ വാർ സിറ്റുവേഷനിൽ യവന്മാര് മറ്റേ കാടിന്റെയോ എന്തിൻ്റെയോ ഒക്കെ ഇട്ട്, അതായത് എന്തോ MDMA എന്തൊക്കെ സാധനം കാണാൻ അവന്മാർ ഉദ്ദേശിച്ചേ. മനസ്സിലായി? എല്ലാരും ചോറ് തന്നെയാണ് തിന്നണേ, മനസ്സിലായില്ലേ? ഈ സ്റ്റിക്കർ അവന്മാരുടെ സ്പാം ചെയ്യുക. ഇത് ഇവന്മാർക്ക് ഇത് എവിടെന്നാ ഇത്രയും ന്യൂസ് കിട്ടണേ? നിനക്ക് അത്രയും ന്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നീ ലൈവ് ഇട്ട് പറയടാ.
അല്ലെങ്കിൽ നീ മറ്റേ പുള്ളിക്കാരൻ അയച്ചോട്, മറ്റേ ഡ്രേക്ക് എന്ന് പറയുന്നില്ലേ പുള്ളി എക്സ്പോസ് ചെയ്യുന്നതിന് എടുക്കുക, നീ ആ പുള്ളിക്ക് അയച്ചോട്. നിനക്കൊക്കെ അത്രയ്ക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ എല്ലാരും എക്സ്പോസ് ചെയ്തിട്ട് പറക്കട്ടെ, എല്ലാം പറയും. വെറുതെ ഇരുന്ന് തന്തയില്ലായ്മ തന്നെ പറയല്ലേ ബ്രോ, ഷോ ആണ് ബ്രോ, മനസ്സിലായ? മിനിമം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് എത്തിക്സ് വേണം, കുറച്ചൊക്കെ എത്തിക്സ് വേണം. ചോറല്ലേ തിന്നണം നീയൊക്കെ. എനിക്ക് അവരാധിക്കാൻ കിട്ടണ എല്ലാ ആപ്പിലും ഞാൻ അവരാധിക്കുന്നതിൻ്റെയൊക്കെ, മനസ്സിലായില്ലേ? ഭയങ്കര ധൈര്യമൊന്നും കോൺഫിഡൻസ് ഒന്നും കാണിക്കില്ലേ ബ്രോ, നിന്നെ ഒന്നും ആർക്കും അറിയത്തില്ല. ഞാൻ അതിന്റെ അല്ലെങ്കിൽ രണ്ട് പി സിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കണ അതിന്റെ ബാക്കിലുള്ള നിന്നെ കിട്ടൂലെന്ന് വിചാരിക്കല്ലേ, ചുമ്മാ വെറുതെ. നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് പറയാം. അതിൽ നീ ഈഗിളിനൊപ്പം ഡ്രാഗ് ചെയ്യേണ്ട കാര്യമല്ല. നിനക്ക് എന്തെങ്കിലും കലിപ്പോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ദേഷ്യമോ, റാവുത്തർ ശശി നിന്നെ അറക്കും ഞാൻ, മനസ്സിലായാ? നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ഒന്ന് പറ, നമുക്ക് സംസാരിക്കാം. റാവുത്തർ ശശി എന്ന് പറഞ്ഞ ഒരുത്തൻ ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഐ എം സോറി, ഉണ്ടെങ്കിൽ നീ എന്നെ പെരിയ കുണ്ണ. സോറി ഫോർ ദ ബാഡ് വേർഡ്സ്, ക്ഷമിക്കണം. ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഞാൻ പണ്ടും പറയാറുണ്ട്, ഞാൻ പാൽക്കുപ്പിയായിട്ടൊന്നുമല്ല ജനിച്ചത്.